പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ടാകും, കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ യു എയിൽ താമസിക്കുന്ന മിക്കവാറും കുട്ടികളെല്ലാം മൈഗ്രേഷൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ചും പഠിക്കാനും അതുപോലെ തന്നെ തൊഴിൽ തേടി പോകുന്നവരും ഒക്കെയുണ്ട്. ഓസ്ട്രേലിയ, മറ്റു രാജ്യങ്ങളായിരിക്കും പലപ്പോഴും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു കൃത്യമായ ഗൈഡൻസ് വേണം എന്നുള്ളത് കൃത്യമാണ്. അങ്ങനെ ഗൈഡൻസ് തരുവാനും അവിടെ നിങ്ങൾ എല്ലാ തരത്തിലും സഹായിക്കാനുമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഫ്ലൈ വേൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലൈ വേൾഡിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായിരിക്കുന്ന താരായസ് നമ്പൂതിരിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. അതുപോലെ തന്നെ FCL ലോയേഴ്സിൻ്റെ ഡയറക്ടർ കൂടിയാണ്, ഓസ്ട്രേലിയയിലെ അഭിഭാഷക കൂടിയാണ്. വളരെ നന്ദി മാം, ഈ ഒരു സമയത്ത് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായതിന്. താങ്ക് യു. അബ്രോഡ് എഡ്യൂക്കേഷൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. മിക്കവാറും അഡ്മിഷൻ സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, എല്ലാവരും പോകാൻ ശ്രമിക്കുന്നുണ്ടാവുക. ഈ സാധാരണ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് പ്രധാനമായിട്ടും, ഇപ്പോൾ നല്ല ഫീസ് കുറവ് പ്രധാനമായിട്ടും പാരൻസൊക്കെ കൺസേൺ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ. മാമിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു രംഗത്ത്. എങ്ങനെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുക? എന്താണ് മാമിന് പ്രാഥമികമായിട്ടും കുട്ടികളോട് പറയാനുള്ളത്? നമ്മൾ +2 കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാനായിട്ട് നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, എന്തിലാണ് ഈ കുട്ടിക്ക് അഭിരുചി, അതില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറയാനുള്ളൊരു റീസണുണ്ട്. കാര്യം നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസോ മാത്രം നോക്കി പഠിക്കാൻ പോകുമ്പോൾ ഇതിൽ അഭിരുചി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഠനം കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, ഇനി അഥവാ അത് കംപ്ലീറ്റ് ചെയ്താലും അതിലൊരു ജോലി കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ 23 വർഷമായിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രാക്ടീഷണറാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൂടുതലും എന്ത് ജോലി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ സെറ്റിലാകാം എന്നുള്ളത് നോക്കിയിട്ടാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പഠിക്കാൻ വരുന്നത് എന്തിനാണ്? ആ കൺട്രിയിൽ നമ്മൾ സെറ്റിലാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ അഭിരുചി മനസ്സിലാക്കാതെ ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ചില തരത്തിലുള്ള ബേസിക് IT കോഴ്സസ് ഒക്കെ പഠിക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അവർ ആ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കിതിൽ ജോലി, ഇനി അടുത്തായിട്ട് നിങ്ങൾ ജോലിക്കാണ് പോകേണ്ടത് എന്നൊരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയയില്ല, ഞാനിത് പഠിച്ചു എന്നുള്ളതല്ലാതെ എനിക്കിതിൽ യാതൊരു ഐഡിയയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് +2 കഴിഞ്ഞ ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തിലാണ് അഭിരുചി, എന്ത് പഠിച്ചാൽ ആ കുട്ടിക്ക് ഒരു നല്ല കരിയറിലോട്ട് എത്താൻ സാധിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് ഫീസ് കുറവുള്ളതും ജോബ് ഓപ്പർച്യൂണിറ്റീസും. ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ AI വരുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി. അപ്പോൾ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് വളരെയധികം പ്രചോദനം കൊടുക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള, ഇപ്പം പേരൻസ് ആണെങ്കിലും കുട്ടിയുടെ ഒരു അഭിപ്രായം കൂടി നോക്കിയതിന് ശേഷം ഒരു കോഴ്സ് എടുക്കണം എന്നാണ് ആത്യന്തികമായിട്ട് പറയാനുള്ളത്. ഈ ഇത്തരം കോഴ്സ് എടുക്കാൻ തയ്യാറാകുന്ന കുട്ടികൾക്ക് നമ്മുടെ ഫ്ലൈ വേൾഡ് നൽകുന്ന ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ചും UAE ആസ്ഥാനമായിട്ടുള്ള UAE നിരവധി വർഷങ്ങളായിട്ടുണ്ട്, മാത്രമല്ല ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രാജ്യം എന്നുള്ളത്, കാരണം പല രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ഓസ്ട്രേലിയ മാത്രമല്ല മാം, ഓസ്ട്രേലിയയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പല രാജ്യങ്ങളിലേക്ക് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. എന്താണ് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ? പ്രത്യേകിച്ചും ആ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? എങ്ങനെയാണ് അതിനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം അവർ? ആ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് ആ കുട്ടിയോടായിട്ടൊരു സംസാരം, ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തുകയും പിന്നീട് അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ഇഷ്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റാണ്, നമുക്ക് പല രാജ്യങ്ങളിൽ നമുക്ക് പല സ്പെഷ്യലൈസേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഓസ്ട്രേലിയ ഈസ് എ ഗുഡ് ചോയ്സ്. ഇപ്പോൾ ഓസ്ട്രേലിയ മാത്രമല്ല, നമുക്ക് UK, അയർലൻഡ് എന്നിവയുള്ള രാജ്യങ്ങളിലും നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമുക്ക് പഠിക്കാൻ പോകാനായിട്ട് സാധിക്കും. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നേഴ്സാണ് അല്ലേ? ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സ് തന്നെ ആയിക്കോണം എന്നില്ല. ഇപ്പം ലബോറട്ടറി ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് ഉണ്ട്, നമുക്കിപ്പോൾ ഓഡിയോളജി, സ്പീച്ച് പത്തോളജി, ഇപ്പോൾ ഈ തരത്തിലുള്ള ഒക്യുപ്പേഷൻസ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഇപ്പോൾ ഇതൊക്കെ വളരെയധികം ഡിമാൻഡ് ഉള്ളതും നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ പറഞ്ഞ ഏരിയാസ്. പിന്നെ നമുക്ക് IT നമുക്ക് അല്ലേ, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് IT ആണല്ലേ, മെഷീൻ ലേണിംഗ്, AI, ഇപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് ഓസ്ട്രേലിയ ഒരു നല്ല ചോയ്സാണ്, ന്യൂസിലൻഡ് നല്ല ചോയ്സാണ്, ജർമ്മനി നമുക്ക് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയാസിൽ നമുക്കിത് പഠിക്കാം, ഈ പറഞ്ഞ കോഴ്സുകൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ അയർലൻഡ്
വളരെ നല്ലതാണ്. ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പലതരത്തിലുള്ള ഫാർമസിസ്റ്റ് ആവാൻ സാധിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസി, അല്ലെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഫാർമസി. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ സെറ്റിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ലൈഫ് സയൻസ് എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡുള്ള ഒരു ഏരിയയാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ ഏരിയയും അതിൽ സ്പെഷ്യലൈസേഷനുമുള്ള അഭിരുചി കണ്ടുപിടിച്ച് അതുവഴി പോകുമ്പോഴാണ് നമുക്ക് അവർക്കൊരു നല്ലൊരു റിസൾട്ട് അവരുടെ കരിയറിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അപ്പോൾ മാം 23 ഇയേഴ്സ് ആയിട്ട് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ ശരിക്കും നല്ലൊരു ഓപ്ഷനായിട്ട് പലരും ഇപ്പം സെലക്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ഇനി ഓസ്ട്രേലിയയിലേക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് ഓസ്ട്രേലിയയിലേക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം തന്നെ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവാൻ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്? അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം കൂടി ഉണ്ടല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഇപ്പം UK മറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഡിഫറൻസ് എങ്ങനെയാണ് അതിൻ്റെ? നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സമയത്ത് നമ്മൾ പല രാജ്യങ്ങളും ഇപ്പോൾ മെൻഷൻ ചെയ്തു. പക്ഷെ സെറ്റിൽ ആവാൻ ഏറ്റവും നല്ല രാജ്യം ഓസ്ട്രേലിയയാണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഡെവലപ്മെന്റ്, അതായത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എവർ ഇവോൾവിംഗ് കൺട്രിയാണ്. ഇനി നമുക്ക് പല രാജ്യങ്ങളും എടുത്ത് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓസ്ട്രേലിയയിൽ ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റോ ഒരു ബിഗ് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനോ, പിന്നെ നല്ല വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഏതുവരെ വേണം പഠിക്കണമെങ്കിൽ, ഇപ്പോൾ കരിയർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഏതുവരെ വേണമെങ്കിലും അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസ്, ഓസ്ട്രേലിയയും ഒരു ഇമിഗ്രൻസിന്റെ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് ആണ് അല്ലേ? പല രാജ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളായിട്ട് ഓസ്ട്രേലിയ വന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺട്രിയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ, നമ്മുടെ സ്കിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണല്ലോ ആ കൺട്രി നമുക്ക് തിരിച്ച് പെർമനന്റ് റെസിഡൻസി ആയിട്ട് തരുന്നത്. അപ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു നമ്മുടെ ഒരു ഹോം കൺട്രി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും തന്നെ നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നത് അവിടെ സെറ്റിൽ ആകുമ്പോൾ ആ രാജ്യത്തെ നമുക്ക് സ്വന്തം രാജ്യമെന്ന് വിളിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് പറ്റിയ എല്ലാ സിറ്റുവേഷനും, അതായത് നമുക്ക് വീട് വാങ്ങിക്കാനും ഫാം വാങ്ങിക്കാനും ജീവിക്കാനും ഒരു നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ കൺട്രീസിനെയൊക്കെ പഠിക്കുന്ന കാര്യം പറഞ്ഞാലും സെറ്റിൽ ആവാനായിട്ട് ഏറ്റവും നല്ല കൺട്രി ഓസ്ട്രേലിയ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മൈഗ്രൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും നിയമപ്രശ്നങ്ങളിൽ പെട്ടുപോകാറുണ്ട് പലരും. കാര്യം ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല, അവയർനെസ്. സാധാരണ ഒരു നിയമക്കുരുക്കിൽ അഡ്വക്കേറ്റ് കൂടിയാണ്, അഭിഭാഷക കൂടിയാണ്, നിയമനത് കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും നമ്മളൊരു നിയമപ്രശ്നത്തിൽ വരുന്നത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടായിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലല്ല, നമ്മളിപ്പം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് UK പോകാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസിങ് നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു സമയത്താണ് അഡ്വർടൈസിങ്. അപ്പോൾ ഇതിലൊക്കെ പെട്ട് ആളുകൾ അവസാനം പിന്നീട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നുണ്ട്. ഇങ്ങനെയുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നിയമ പ്രശ്നങ്ങളിൽ ചേരുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അതായത് ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ നിൽക്കുന്ന കൺട്രിയിൽ അതൊരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ നമ്മൾ വേറൊരു കൺട്രിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം അതൊരു റോങ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യന് നമ്മൾ നോക്കുമ്പം നമുക്ക് മെയ്ഡിൻ നെയിം, അതായത് മാരീഡിന് മുമ്പുള്ളൊരു നെയിം, മാരേജ് കഴിഞ്ഞുള്ളൊരു നെയിം. അപ്പോൾ മാരേജ് കഴിഞ്ഞുള്ള നെയിം നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യൽസ് നമ്മൾ ഇപ്പോൾ എന്താണോ ഇനിഷ്യൽ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യില്ല. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മിസ്ലീഡിങ് ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് അറിവില്ലായ്മ കൊണ്ട് വരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് വളരെ സാധാരണമാണ് ഈ എക്സ്പീരിയൻസ് ലെറ്ററിൽ എക്സ്പീരിയൻസ് ലെറ്ററിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് എഴുതി വെക്കുന്നത്. അതൊരു വലിയൊരു തെറ്റായിട്ട് നമ്മുടെ രാജ്യമാണ് പ്രത്യേകിച്ച് കാണുന്നില്ല, പക്ഷെ അതൊരു റോങ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ അറിവില്ലായ്മ കൊണ്ട് വരുന്ന നിയമ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് ഓരോ കൺട്രിക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കൺട്രിയിൽ എങ്ങനെയാണെന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചേരുന്നവർ ഉണ്ടാകുന്നത് അവരെ ഡീപ്പോർട്ടേഷൻ, അതായത് കൺട്രിയിൽ നിന്ന് പുറത്താക്കുക, പിന്നെ ബാൻ, അതായത് ഇപ്പൊ 3 ഇയർ ബാൻ, 10 ഇയർ ബാൻ, എന്നിങ്ങനെ ബാൻ വരെ വരുന്നുണ്ട്. അപ്പൊ അത് എന്താണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കാര്യമായിട്ട് ചെറുതായിരിക്കും അല്ലെ, ഓരോ ചിലപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇനീഷ്യൽസിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പൊ HR മാനേജറിന്റെ ക്യാബിനിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന സീൽ എടുത്തതിലേക്ക് അടിച്ചു. സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കാം, പക്ഷെ ഇത് HR മാനേജർ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യമാണ്. HR മാനേജർ ലഞ്ചിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഞാനിത് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞ് പോരുമ്പം ഇത് അടിച്ചത് HR മാനേജർ അല്ല,
അപ്പൊ അവിടുന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ മാം? തീർച്ചയായിട്ടും ഞാൻ ഫേസ് ചെയ്ത്, ഞാൻ ഈ കാണുന്ന കുട്ടികൾ വരുമ്പോ കുട്ടികൾ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എന്റെ ഫ്രണ്ടാണ് ഞാനിത് ചെയ്തു പോയി, അപ്പൊ എന്താ ചെയ്യാ, കമ്പനിയിലോട്ട് ഒരു എൻക്വയറി വരുമ്പോൾ ഇത് പോയിട്ടില്ല, ഇങ്ങനെ ഒരു സീൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ല എന്ന് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ ചെന്ന് ചാടുന്ന കുരുക്കുകളുണ്ട്. ഇനി അറിഞ്ഞു ചാടുന്ന കുരുക്കുകളും ഉണ്ട് അല്ലെ. ഇംഗ്ലീഷ് ഇല്ലാതെ ഓസ്ട്രേലിയക്ക് പോകാം, അവിടെ ഫ്രൂട്ട് പിക്കിംഗ് വിസ, അങ്ങനെ ഒരു വിസ ഇല്ല. നമുക്ക് ഇന്ത്യൻ നാഷണൽസിനെ ഫ്രൂട്ട് പിക്കിംഗ് എന്നും പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, അതിനങ്ങനെ ഈ ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഈ ആപ്പിൾ, അത് ശരിയല്ല. അപ്പോൾ അല്ല, നമ്മള് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്രൂട്ട് പിക്കിംഗ് വിസ എന്ന് പറഞ്ഞൊരു വിസ ഇല്ല. ഫാം വിസ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരസ്യം കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ലാതെ ഓസ്ട്രേലിയയിലേക്ക് പോകാം. നമുക്ക് ഈ ഓസ്ട്രേലിയ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പം ഓസ്ട്രേലിയയിൽ ഇംഗ്ലീഷ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ നമുക്ക് പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും എത്രമാത്രം അലേർട്ട്സ് കൊടുത്താലും ഓരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്, മനസ്സിലാക്കാതിരിക്കുന്നില്ല. പക്ഷെ ആ സാഹചര്യങ്ങളിൽ ചെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടുകയും ഒരു ആൾക്കും നമുക്ക് പൈസ കൊടുത്ത് നമുക്കൊരു വിസ വാങ്ങാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഒരു ജോബ് ഓഫർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര പൈസ തന്നു. ഒരു കമ്പനിയും ഓസ്ട്രേലിയയിൽ ലീഗലായിട്ട് കാശ് വാങ്ങി ജോലി കൊടുക്കാൻ പറ്റില്ല. വിസയും കൊടുക്കാൻ പറ്റും, കാശ് ഇങ്ങോട്ട് കാശ് വാങ്ങി വിസ കൊടുക്കാനോ പറ്റില്ല. ഇനി നമുക്കൊരു ജോബ് ഓഫർ കിട്ടിയെന്ന് വെച്ചോ, ആ ജോബ് ഓഫറിൽ ഇത്ര സാലറി ഉണ്ടായിരിക്കണമെന്ന് ആ ഓഫറിനകത്തിലുണ്ട്. അതുണ്ടായാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ 100% ഉറപ്പാണ് നിങ്ങൾ കൊടുക്കുന്ന എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് ആ പൈസ നമുക്ക് പോയി കിട്ടി. അതുപോലെ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ജോലി ചെയ്ത് ഒരു നഴ്സിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം അവിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, പലപ്പോഴും സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ, കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും, പക്ഷെ അവർക്ക് ഈ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്ലൈ വേൾഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, കാരണം നമ്മളൊരു വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം UK-ലും സ്റ്റാർട്ട് ചെയ്ത് അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ ശൃംഖലയുള്ള ഈ ഫ്ലൈ വേൾഡിന് എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ കഴിയുക, എങ്ങനെയാണ് അതിന് സപ്പോർട്ടിങ്? ആദ്യമായിട്ട് നമ്മൾ ഫ്ലൈ വേൾഡിൽ വി ആർ ലോയേഴ്സ്, അതായത് നമുക്കൊരു 200-ൽ പരം മൈഗ്രേഷൻ ലോയേഴ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ലെജിസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് റിക്വയർമെന്റ്സ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും സാധിക്കും. ഇനി ഈ സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളിൽ നമുക്ക് എന്ത് ഓൾട്ടർനേറ്റ് ഡോക്യുമെന്റ്, അപ്പോൾ അതായത് ഇപ്പം നമുക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല, അങ്ങനെയുള്ളത് നമുക്ക് അഫിഡവിറ്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഡിക്ലറേഷൻസ് ആണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് വേണ്ടി അവരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ എടുത്ത് എഴുതി നമുക്ക് അങ്ങനെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് നഴ്സസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽസ് അസസ്മെൻറ്റ്, ഓസ്ട്രേലിയയിലെ സ്കിൽസ് അസസ്മെൻറ്റ് ANMAC എന്ന് പറഞ്ഞ അതോറിറ്റിയാണ്. അപ്പോൾ ഈ അതോറിറ്റിക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം വേണ്ടതുണ്ട്. അപ്പോൾ ചില രാജ്യങ്ങൾ ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല, രാജ്യങ്ങളിലെ നേഴ്സിംഗ് കൗൺസിൽ, അതായത് അതോറിറ്റീസ് ആ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവർ ANMAC സ്കിൽ അസസ്മെന്റ് കൊടുക്കുകയുമില്ല. അപ്പൊ ഇത് കിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്താലും മതി. അപ്പൊ ഇത് കൊടുക്കുന്നത് ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, അതായത് ലോയേഴ്സിന്റെ അടുത്തുനിന്ന് വേണം. അപ്പൊ ഈ ക്ലയന്റ് ചെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കൺവിൻസ്ഡ് ആയിക്കോണം എന്നില്ല. അപ്പം നമ്മളതിൽ കൃത്യമായ ഇൻഫർമേഷൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്, ഈ രാജ്യത്ത് ഇന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. അപ്പം അതിനുള്ള എവിഡൻസും കൂടി കൊടുത്തിട്ട് നമുക്ക് അതുവഴി നമുക്ക് സ്കിൽ അസസ്മെന്റ് ലഭിക്കാനും സാധിക്കും. അപ്പം നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുമ്പം അത് അങ്ങനെ അല്ലാതെ ഒരു ഓപ്ഷനും ഈ രാജ്യങ്ങൾ തരുന്നുണ്ട്. വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം, നിങ്ങൾ ചെയ്തൊരു കാര്യം, നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം, നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് കൊടുത്ത് നമുക്കത് ഫുൾഫിൽ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കാർപ്പൻട്രി പോലത്തെ, ഇലക്ട്രിക്കൽ പോലത്തെ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ദുബായിലത്തെ, UAE തന്നെ ഒരുപാട് പേര്, അവർ ഈ പറയുന്ന പല പരസ്യങ്ങളിലും ചെന്ന് ചാടും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു 10-16 വർഷത്തെ മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ തന്നെ അത് കുറേ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ നേരിട്ട് തന്നെ. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഈ ലോയേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമിനോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മാമിനൊരു അഡ്വൈസ് കൊടുക്കാം. ഇതിന് ട്രേഡ് ഒക്യുപ്പേഷൻസ് എന്നാണ് പറയുന്നത്, സെമി പ്രൊഫഷണൽസ് ആണ്. ഈ ഒക്യുപ്പേഷന് ഓസ്ട്രേലിയയിലാണെങ്കിൽ വളരെയധികം
ഒരുപാട് ഡിമാൻഡുള്ളൊരു ഒരു ഏരിയയാണിത്. ഇതിൻ്റെ ഡിമാൻഡ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കൂടിയിട്ടുണ്ട്. കാര്യം ഓസ്ട്രേലിയ ഇപ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒക്യുപ്പേഷൻസിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. 2032 നമുക്ക് ഒളിമ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ട്രേഡ് ഒക്യുപ്പേഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി കൺസ്ട്രക്ഷൻ റിലേറ്റഡ്, അതല്ലാത്ത ഒക്യുപ്പേഷൻസും ഉണ്ട്. അപ്പം ഇപ്പം പറഞ്ഞ കാർപ്പൻട്രി, ബ്രിക്ക് ലെയർ, അങ്ങനെ കുറേ ഒക്യുപ്പേഷൻസ് ഉണ്ട്, ടൈലേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, ക്വാളിഫിക്കേഷൻ ഇല്ലാതിരിക്കാം. ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല. നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്നത് പെയ്ഡ് എംപ്ലോയ്മെന്റ് ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിക്കുക, നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എത്ര എമൗണ്ട് കിട്ടുന്നു എന്നുള്ളത് മാറ്റർ അല്ല. ഇപ്പൊ എനിക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, പിന്നെ ഞാൻ എന്തിനാണ് അവരോട് ബാങ്കിലിടാൻ പറയുന്നത്? അവരോട് ബാങ്കിലിടാൻ തന്നെ പറയണം. ചെറിയ എമൗണ്ട് ഓസ്ട്രേലിയ നോക്കുന്നില്ല. നിങ്ങൾ ഒരു കാർപ്പൻറ്ററായിട്ട് അല്ലെ കാർപ്പൻറ്റർ ജോയിനറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സാലറി, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇത് കാര്യങ്ങൾ അറിയുന്ന ആളാണ്, ഇപ്പൊ ഹാൻഡ്സ് ഓൺ ആയിട്ട് എന്താണ് ഒരു കാർപ്പൻറ്റർ എന്ന് അറിയാവുന്ന ആളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്കിൽസ്, അതായത് ഇവിടെ സ്കിൽസ് അസസ്മെന്റ് അതോറിറ്റി ഉണ്ട് ഓസ്ട്രേലിയയിൽ, അതായത് ട്രേഡ് റെക്കഗ്നീഷൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു സ്കിൽ അസസ്മെന്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതായത് എനിക്ക് കാർപ്പൻട്രിയുടെ പ്രിൻസിപ്പിൾസ് അറിയാമെന്ന് പറയാൻ പറ്റില്ല, അത് കൊടുക്കണം, നമ്മുടെ എവിഡൻസ് കൊടുക്കണം. പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും കൂടി വേണം. അപ്പൊ അതിന് ഒരു കാർപ്പൻറ്ററിന് അറിയാത്ത കാര്യങ്ങളൊന്നും, ഞാൻ ചെയ്യുന്ന പ്രൊഫഷണൽ എനിക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ പക്ഷെ അതെനിക്കൊരു എക്സാം ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ചില ട്രിക്സ് ഉണ്ട്. ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയക്ക് അറിയണം, നിങ്ങളൊരു കാർപ്പൻറ്റർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നിങ്ങൾ കോമ്പിറ്റന്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള കോമ്പിറ്റൻസി സ്റ്റാൻഡേർഡ്സ് നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് എല്ലാം നമ്മൾ കൊടുക്കും. അതായത് എന്തൊക്കെയായിരിക്കും ഇവരുടെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ കോമ്പിറ്റൻസിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്ലൈ വേൾഡ് മൈഗ്രേഷൻ ലോയേഴ്സ് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ FCL ലോയേഴ്സിൻ്റെ ഒരു കുറച്ചുകൂടി വിപുലമായിട്ടുള്ളൊരു സംവിധാനം ദുബായിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നിയമവിദഗ്ധരുണ്ട്, ഒരുപാട് ലോയേഴ്സ് ഇവിടെ ഉണ്ട്. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധ്യത എത്രമാത്രമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിനെ നമുക്കിപ്പോൾ ഒരു അഫോർഡബിൾ ആയിരിക്കുമോ ആദ്യം ചിന്തിക്കുക അങ്ങനെയാണ്. കാരണം പ്രത്യേകിച്ചും ടൈറ്റിലൊക്കെ കാണുമ്പോഴും അല്ലേ, സ്വാഭാവികമായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് ബെസ്റ്റ് ഒരു സർവീസ് അവിടുന്ന് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് കൂടെ ഒന്ന് ജനറലായിട്ടൊന്ന് പറഞ്ഞു നന്നായി. തീർച്ചയായിട്ടും FCL ലോയേഴ്സ് ഓസ്ട്രേലിയയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേമാണ്. അതായത് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് അവിടെയുള്ളതാണ്. ഈ FCL ലോയേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് മൈഗ്രേഷൻ ലോയിലല്ല. നമ്മൾ പ്രോപ്പർട്ടി ലോ, ഫാമിലി ലോ, എംപ്ലോയ്മെന്റ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഓസ്ട്രേലിയയിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മൈഗ്രേഷൻ ഫേമിൽ നമ്മൾ ക്ലയൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് എംപ്ലോയ്മെന്റ് ലോയിൽ, ലേബർ ലോയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, അവർക്ക് ഫാമിലി ലോയിൽ, അപ്പോൾ അവർക്ക് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ചൈൽഡ് കസ്റ്റഡി, അതായത് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ 2 പേരൻസിൻ്റെയും കൺസെന്റ് ഉണ്ടാവണം. അപ്പം ഒരു പേരന്റ് കൺസെന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചൈൽഡ് കസ്റ്റഡി ഓർഡർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടപ്പോഴാണ് FCL ഗ്ലോബൽ എന്നുള്ള പേരിൽ ഇവിടെ ഒരു ലോ ഫേം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മൈഗ്രേഷനുമായിട്ട് കണക്റ്റഡും അല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരുടെ ലീഗൽ പ്രശ്നങ്ങളിൽ ഒരു സൊല്യൂഷൻ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ലീഗൽ പ്രശ്നങ്ങളും ലിറ്റിഗേഷനും കോർട്ടുമായിട്ട് എൻഡപ്പ് ചെയ്യണം എന്നില്ല. എല്ലാത്തിനും നമ്മൾ ഓടിപ്പോയിട്ട് കോർട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നില്ല. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ ട്രാവൽ ബാൻ അല്ലെ, ഇവിടുത്തെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക് ലീഗൽ സിസ്റ്റം ഓസ്ട്രേലിയയിലും ഇവിടെയും ഒരുപോലെയാണെങ്കിലും നമ്മൾ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം ഏത് രീതിയിൽ കൂടി ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, അതായത് എൻഡ് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് എങ്ങനെ സാധിക്കും? അവിടെ നിന്ന് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ രാജ്യത്തോട്ട് പോവുകയോ എങ്ങനെയാണെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ലോകത്ത് എവിടെ പോകുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും, പ്രത്യേകിച്ച് ഫാമിലി ഇഷ്യൂസ്, എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് അങ്ങനത്തെ ഒരു ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സിന്റെ കാര്യം വരുന്നു, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ സ്റ്റക്കായി. പക്ഷെ അവർക്കൊരു ബെസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ പറയുന്ന നമ്മളെ FCL ലോയേഴ്സ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് അതിനുള്ളൊരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കൂടെ ഒരുപാട് ഇവിടുത്തെ പ്രഗത്ഭ
പ്രഗത്ഭരായ ലോയേഴ്സും ഇവിടുത്തെ ലോക്കൽ ലോയേഴ്സ് എംറാറ്റി ലോയേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു അറബിക് കോർട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉള്ളൊരു സംവിധാനവും FCL ലോയേഴ്സിലുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ടച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളെ ഫോൺ വിളിക്കാം, നമുക്ക് ഇമെയിൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലോയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനീഷ്യൽ ഫ്രീ കൺസൾട്ടേഷൻ ആണ്. ഇനീഷ്യൽ കൺസൾട്ടേഷനിൽ പറയാം. പ്രശ്നം പറയുമ്പോഴാണല്ലോ എന്താണ് അവരുടെ ഡിസൈഡ് ഔട്ട്കം എന്നുള്ളതുകൂടെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നെഗോഷിയേഷൻസ്. ഇപ്പം ഇൻ്റർനാഷണൽ ആകുമ്പോൾ നമുക്ക് മറ്റൊരു കമ്പനി സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ആർബിട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. ജസ്റ്റ് കൗൺസിലിംഗ് തൊട്ട് സർവീസ് ചാർജ് ഉണ്ടാവുമോ, അല്ല പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ പറ്റുമോ? കാരണം ഒരു UAE ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലൈ വേൾഡിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടി പറ്റുമോ? എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഇനീഷ്യൽ കൺസൾട്ടേഷൻസ് ഒന്നും ലീഗൽ ഫീസ് ഉണ്ടാവുന്നതല്ല. ലോയേഴ്സ് അവരുടെ അവേഴ്സ് ഇൻപുട്ട് ചെയ്ത് അവരുടെ കേസിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ നമുക്കൊരു ഫീസ് ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആദ്യം എന്താണ് ഒരാളുടെ അടുത്തേക്ക് പോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ഒരു അഡ്വൈസ്, കാരണം വലിയ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴും നമുക്കറിയാം അറിവില്ലായ്മ കൊണ്ടാണ്. അത്തരം വിഷയങ്ങൾക്കൊരു സൊല്യൂഷനാണ് താരാമേമും ടീമും കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഫ്ലൈ വേൾഡ്. ഫ്ലൈ വേൾഡിൽ ഒരുപാട് സർവീസസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ താഴെ പോകുന്ന ആ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആ നമ്പറിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. അതുപോലെ തന്നെ അബ്രോഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ ഉള്ള സമയമാണ്. പാരൻസിന് ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും നേരം സംസാരിച്ചതിന്. വളരെ വിശദമായിട്ട് തന്നെ പല വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി. അവസാനമായിട്ടും ഈ പുതിയ തലമുറയോട് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിൻസിപ്പൽ എന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് എന്താണ്? പുതിയ കുട്ടികളോടും രക്ഷിതാക്കൾക്കുമുള്ള മാമിൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്താണ്? നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും നമുക്കൊരു പ്രശ്നമുള്ളതാണ് അല്ലേ? എനിക്ക് പറയാനുള്ളത്, ഏത് കരിയർ യൂസ് ചെയ്താലും അതിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ച് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ അതിൻ്റെ അറ്റം വരെ എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത് MBA ആണ്, അല്ലെങ്കിൽ BBA ആണ്. അതിനൊക്കെ നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽ ഷോർട്ടേജ് ഇല്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി കിട്ടില്ല എന്ന് നിർബന്ധമില്ല. എന്തു പഠിച്ചാലും അതിൽ നന്നായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ പോകാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.